നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPMന്റെ ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാത്ത മനോവീര്യമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സദാനന്ദൻ എന്ന RSS BJP നേതാവിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് വാർത്തകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ തന്നെയാണ് ചർച്ചയാകുന്നത്. കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു. കാലുകൾ നഷ്ടമായപ്പോൾ അദ്ദേഹം വീൽചെയറിലും പിന്നീട് വെപ്പുകാലിൻ്റെയും സഹായത്തോടെയും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി. ഒരിക്കൽ പോലും തളർന്നിട്ടില്ല. RSS BJP പ്രവർത്തകർക്ക് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അധ്യാപകൻ കൂടിയായ സദാനന്ദൻ മാസ്റ്റർ. ഒരു കാലത്ത് കണ്ണൂർ എന്ന ജില്ല രാഷ്ട്രീയ കേരളത്തിൻ്റെ കൊലക്കളമായിരുന്നു. നിരന്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്ന പ്രദേശമായിരുന്നു കണ്ണൂർ. അക്കാലത്ത് CPMന്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തവരെ കൊന്നുതള്ളിയ കാലം. ഇതിനെ പ്രതിരോധിക്കാൻ RSSും രംഗത്തെത്തിയതോടെ കേരളത്തിന്റെ കൊലക്കളമായി കണ്ണൂർ മാറി. ഇവിടെ CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ എന്നാണ് എപ്പോഴും പറയപ്പെടുന്നത്. ക്രിമിനലുകൾ രണ്ട് കാലുകളും വെട്ടിക്കളഞ്ഞിട്ടും മുറി കൂടുന്ന പോരാട്ട വീര്യത്തിന്റെ ഉടമയാണ് അദ്ദേഹം. ഇടത് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിരിക്കുന്നത്. കുടുംബപരമായി ഇടത് അനുഭാവികളായിരുന്നു. അതുകൊണ്ട് തന്നെ 18 വയസ്സ് വരെ അദ്ദേഹം SFIയുടെ പ്രവർത്തകനായിരുന്നു. പിതാവ് കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. ജ്യേഷ്ഠ സഹോദരൻ CPMന്റെ സജീവ പ്രവർത്തകരും. കുടുംബത്തിന്റെ പാതയിൽ ഇടതുവഴിയിലായിരുന്നു മാഷിന്റെ സഞ്ചാരം. ബിരുദ പഠനകാലത്ത് അന്നത്തെ പല കേരളീയ യുവാക്കൾക്കും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്തേക്ക് സദാനന്ദൻ മാസ്റ്ററും വഴിതെറ്റിയെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. പിന്നീടാണ് RSS പാതയിൽ സഞ്ചരിച്ചത്. RSSന്റെ സാംസ്കാരിക ദേശീയതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് മഹാകവി അക്കിത്തത്തിന്റെ ഭാരത സന്ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചു. തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമായി മാർക്സിസ്റ്റ് ആശയ പരിസരം വിട്ട് ദേശീയതയുടെ പാതയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വഴിമാറിയവരെ വകവരുത്തുക എന്നതായിരുന്നു അക്കാലത്തെ CPM തന്ത്രം. തന്റെ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ ദേശീയതയുടെ പക്ഷത്തേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ CPM തയ്യാറായത്. 1994 കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപം വെച്ചാണ് CPM ഗുണ്ടകൾ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത്. 1994 ഫെബ്രുവരി 6 നടക്കേണ്ടിയിരുന്ന തന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ചില ബന്ധുവീടുകൾ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു മാസ്റ്റർ. ഇരുളിന്റെ മറവിൽ നിന്ന് പൊടുന്നതിനെ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചാടി വീണ ഒരു സംഘം അദ്ദേഹത്തെ റോഡിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആ ദൃശ്യം കണ്ടുകൊണ്ട് നിന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്താനായി നാടൻ ബോംബുകൾ എറിഞ്ഞു. എന്നിട്ടായിരുന്നു മാർക്സിസ്റ്റുകാർ മാസ്റ്ററുടെ കാൽ വെട്ടിമാറ്റിയത്. തിരക്കേറിയ അങ്ങാടിയിൽ വെട്ടേറ്റ് കിടന്ന മാസ്റ്ററെ ഒരാളും ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ അവിടെയുള്ള ജനങ്ങളെയും ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ഗുണ്ടാസംഘം മടങ്ങിയത്. 1994 ജനുവരി 25 രാത്രി 8:30 അദ്ദേഹത്തെ ക്രിമിനൽ സംഘം ആക്രമിച്ചത്. അന്ന് അദ്ദേഹത്തിന് കേവലം 27 വയസ്സായിരുന്നു പ്രായം. ഫെബ്രുവരി 6 നടക്കേണ്ടിയിരുന്ന തന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് കുറേ സമയം കഴിഞ്ഞ് എത്തിച്ചേർന്ന പോലീസുകാരാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷവും രാഷ്ട്രീയ പാതയിൽ നിന്നും വ്യതിചലിക്കാൻ സദാനന്ദൻ മാസ്റ്റർ തയ്യാറായില്ല. RSSുമായി കൂടുതൽ അടുത്തു ചേർന്നായിരുന്നു പ്രവർത്തനം. പിന്നീട് വീൽചെയറിലും മറ്റുമായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു. 1999 മുതൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഭാര്യ റാണിയും അധ്യാപികയാണ്. നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും ആ സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2016 സദാനന്ദന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു. നിലവിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPMകാരായ 8 പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ഫെബ്രുവരിയിൽ ശരിവെച്ചിരുന്നു. കൃത്യം നടന്ന് 31 വർഷത്തിന് ശേഷമാണ് ഈ വിധി ഉണ്ടായത്. 7 വർഷം കഠിന തടവും 5000 രൂപ വീത പിഴയുമാണ് ശിക്ഷയായി വിധിച്ചത്. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ 7 വർഷം തടവ് ശിക്ഷ കുറഞ്ഞു പോയെന്നും കോടതി പറഞ്ഞു. 2 കാലുകളും ഛേദിക്കപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു
നൽകേണ്ടത് ഉചിതമാണെന്നും കോടതി പറഞ്ഞിരുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായി സദാനന്ദൻ മാസ്റ്റർ നിയമിതനാകുന്നത് 2 ദിവസം മുമ്പാണ്. ഇതിന് പിന്നാലെയാണ് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത്. CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് BJPയുടെ ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പെന്ന് BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ ആക്രമണങ്ങൾക്കെതിരായ കുറ്റപത്രമായി നിലനിൽക്കുന്നു. സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമെന്നും BJP IT സെൽ കൺവീനർ അമിത് മാളവ്യ പറഞ്ഞു. മാരകമായ ആക്രമണം ഏറ്റിട്ടും മാസ്റ്റർ RSS ആക്ടിവിസ്റ്റായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപറമ്പ് മത്സരിച്ചത് വലിയ സന്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് 2 ദിവസം മുമ്പ് പ്രധാനമന്ത്രി സൂചന തന്നിരുന്നു എന്നാണ് സദാനന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. ഇന്ന് രാവിലെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന വിവരം ലഭിച്ചത് എന്ന് സദാനന്ദൻ പ്രതികരിച്ചു. കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന തരത്തിലുള്ള തീരുമാനമാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായക സാഹചര്യമാണിത്. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. വികസിത കേരളം എന്ന സങ്കല്പം, ആ സങ്കല്പ സാക്ഷാത്കാരം സാധ്യമാക്കുന്ന തരത്തിലുള്ള നയങ്ങളും പരിപാടികളും പാർട്ടി തീരുമാനിക്കും. അതിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണാമെന്നും സദാനന്ദൻ പ്രതികരിച്ചു. സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPMകാരായ 8 പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ടായിരുന്നു. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് ഒരാളെ പാർട്ടി രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുൾ കേരളം എന്ന സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതൽ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. അംഗീകാരം വൈകിപ്പോയോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നായിരുന്നു സദാനന്ദന്റെ മറുപടി. അംഗീകാരം നേരത്തെ എത്തിയോ വൈകി എത്തിയോ എന്നുള്ളത് പ്രസക്തമേ അല്ല. അംഗീകാരം എന്ന് പറയുന്നത് പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു, അത് അംഗീകാരമാണ്. കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹിക പരിവർത്തനത്തിന് പറ്റുന്ന ആളെന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് ഒരു ചുമതല നൽകുന്നത്. പാർട്ടി ആ ചുമതല നൽകുമ്പോൾ തന്നെ നമ്മളിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുകയാണെന്നും സദാനന്ദൻ കൂട്ടിച്ചേർത്തു. സദാനന്ദനെ കൂടാതെ അഭിഭാഷകൻ ഉജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധവൻ ശൃംഗ്ല, ചരിത്രകാരിയും അധ്യാപികയുമായ മീനാക്ഷി ജെയിൻ എന്നിവരെയും രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്.